നമസ്തേ. സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഞാൻ ശാന്ത ഉണ്ണികൃഷ്ണൻ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നമസ്തേ, എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് നമ്മളുടെ ഭക്തമീരയെക്കുറിച്ചാണ്. മീരയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ കാണുകയില്ല എന്ന് തന്നെ എനിക്കറിയാം. കാരണം അത്രമാത്രം പ്രസിദ്ധയാണ്. എന്നാൽ നമ്മളുടെ ജയദേവ കവികൾ ഇതുപോലെയുള്ള ചിലരൊക്കെയാണ് നമ്മളുടെ ഈ ശ്രീകൃഷ്ണനെക്കുറിച്ചും ഈ വൃന്ദാവനത്തിനെക്കുറിച്ചുമൊക്കെ ഇത്രയും ഒരു പ്രശസ്തി ഈ സമയത്ത് തന്നിരിക്കുന്നതെന്ന് നിസ്സംശയം നമുക്ക് പറയാനാവും. അപ്പോൾ നമുക്ക് മീര രാധയുടെ പുനർജന്മമാണെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് ആ മീരയുടെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം. കാരണം രാജസ്ഥാനിലാണ് മീര ജനിച്ചത്. അവിടെ ഒരു കുർക്കി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ഒരു രാജാവിൻ്റെ മകളായിട്ടാണ് ജനിച്ചത്. അമ്മയുടെ പേര് വീർകുമാരി എന്നായിരുന്നു. അങ്ങനെ നല്ല ഒരച്ഛനും സ്നേഹമയായ ഒരമ്മയും നല്ല സന്മാർഗ ചിന്തകളൊക്കെയുള്ള ഒരു കുടുംബവും എല്ലാം ഒത്തുകിട്ടി നമ്മുടെ മീരക്കുട്ടിക്ക്. അങ്ങനെ സന്തോഷമായിട്ട് അവിടെ ഇങ്ങനെ ജീവിച്ചു നമ്മളുടെ മീര. ഒരു 5 വയസ്സ് ആയപ്പോഴാണ് നോക്കിയപ്പോൾ ഒരു ഘോഷയാത്ര വരുന്നു. അപ്പം കൊച്ചുങ്ങളല്ലേ, ആ കൗതുകത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുമല്ലോ. ഈ വലിയ വർണ്ണാഭമായ ഘോഷയാത്രയാണല്ലോ, വാദ്യവും മേളവും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. അതിലിങ്ങനെ അലങ്കരിച്ച ആൾക്കാരൊക്കെ നിൽക്കണം. ഇതെന്താണെന്ന് വെച്ചിട്ട് അപ്പം വേഗം അമ്മയോട് ചോദിച്ചു, അമ്മേ ഇതെന്താ അമ്മേ ഇതെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞാൽ അത് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് വരൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണെന്ന് പറഞ്ഞു. അതെന്തിനാ അമ്മേ ഈ വരൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന? അച്ഛനും അമ്മയില്ലേ, അവരുടെ കൂടെ കഴിഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചു. അതല്ല മോളെ, കുറച്ച് കഴിയുമ്പോൾ കൂടുതലൊന്നും 5 വയസ്സായ കുട്ടിയോട് എന്താ പറഞ്ഞു കൊടുക്കണേ? എങ്കിലും ആ അമ്മ പറഞ്ഞു കൊടുത്തു, മോളെ അങ്ങനെയല്ല, ഏത് പെൺകുട്ടിയാണെങ്കിലും കുറച്ച് പ്രായമാകുമ്പോൾ അവളെ വേറെ ഒരു ആളെ ഏൽപ്പിക്കണം. കാരണം അച്ഛനും അമ്മയും ഒന്നും കാണില്ലല്ലോ. അപ്പോൾ അവളെ നോക്കാനായിട്ടും വേറൊരു കുടുംബത്തിലേക്ക് പറഞ്ഞു വിടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൊച്ചു പറഞ്ഞു, അയ്യോ എനിക്ക് പോകണ്ടാമേ, എനിക്ക് ഇവിടെ തന്നെ കഴിഞ്ഞാൽ മതി നിങ്ങളുടെ ഇവിടെ. അത് അന്നേരം എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞു. അല്ലേ, എന്നിട്ട് ചോദിച്ചു, അപ്പോൾ എന്നെ ആരാമേ കല്യാണം കഴിക്കണേ? ഏത് വരനാ എന്നെ കല്യാണം കഴിക്കണമെന്ന് ചോദിച്ചു. അമ്മ കുഴങ്ങിയില്ലേ, എന്താ പറയണേ ഇപ്പോൾ? അന്നേരം ആദ്യം പറഞ്ഞു, അത് ആരെയെങ്കിലും നമുക്ക്, അതല്ല ആരാ എനിക്കറിയണം, ആരാ എന്നെ കൊണ്ടുപോകുന്നതെന്ന്, ആരുടെ വീട്ടിലേക്കാണ് ഞാൻ പോകേണ്ടതെന്ന് എന്നും പറഞ്ഞ് ഭയങ്കര ബഹളമായി. അന്നേരത്തേക്കും വേഗം ആ ഇടയ്ക്ക് ഒരു സന്യാസിയാണ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സന്യാസിയുടെ കയ്യിലൊരു നല്ലൊരു കൃഷ്ണൻ്റെ പ്രതിമയുണ്ടായിരുന്നു. അപ്പോൾ ഈ മീര അത് വേണമെന്നും പറഞ്ഞ് ആദ്യം ശാഠ്യം പിടിച്ചു. അപ്പോൾ സന്യാസി അത് കൊടുത്തില്ല, അതിന് കൊണ്ടുപോയി. പക്ഷേ രാത്രി ആയപ്പോൾ ഭഗവാന്റെ നിർദ്ദേശം ഉണ്ടായി, അത് ആ കൊച്ചിക്കുന്ന് കൊടുത്തേക്കാനും പറഞ്ഞ്. അപ്പം അദ്ദേഹം തിരിച്ചു കൊണ്ടുവന്ന് അത് ഈ മീരയ്ക്ക് കൊടുത്തിട്ടുണ്ട്, അതവിടെ വച്ചിട്ടുണ്ട്. അപ്പോൾ പൂജാമുറിയിൽ വലിയ ഒരുക്കി അതിനെ നിർത്തിയിരിക്കുക മീരക്കുട്ടി. അപ്പോഴത്തേക്കും പറഞ്ഞു, അന്നേരം ഉടനെ അമ്മ എടുത്തുകൊണ്ട് പോയിട്ട് അത് കാണിച്ചു. ഇതിൽ കാണുന്ന നന്ദലാലയാണ് നിന്നെ കല്യാണം കഴിക്കാൻ പോണത്. അതെയോ? ഇയാളുടെ കൂടെയാണ് നീ നിൻ്റെ വരൻ ഇതാന്ന് പറഞ്ഞു. അന്നേരം മുതൽ ഏത് സമയം എടുത്തൊക്കത്ത് വെച്ച് കൊണ്ടു കിടക്കും. ഇങ്ങനെ ഭയങ്കര സ്നേഹമായി മീരയ്ക്ക്. എല്ലാവരും ഇത് കണ്ട് ചിരിക്കും. ഒരു കൊച്ചു, ഇപ്പോൾ 5 വയസ്സായ ഒരു കൊച്ചിങ്ങനെ ഒരു പ്രതിമയെടുത്ത് കളിപ്പിക്കുന്നതൊക്കെ നമ്മളൊക്കെ എത്ര പാവക്കുട്ടികളെ കളിപ്പിച്ചിരിക്കുന്നില്ലേ കൊച്ചാന്നും പറഞ്ഞുകൊണ്ടൊക്കെ. എന്നിട്ട് സാരി ഏതെങ്കിലും ഒരു തുണിയെടുത്ത് സാരിയായിട്ടൊക്കെ കൊടുത്ത് ചെറുപ്പത്തിലേ നടന്നിട്ടുണ്ട്. അങ്ങനെ കുട്ടികളുടെ ഒരു കളിയായിട്ട് എല്ലാവരും ഇത് കണ്ടുള്ളൂ. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും മീരയ്ക്ക് കൃഷ്ണനോടുള്ള ആ സ്നേഹം അങ്ങനെ മനസ്സിൽ കൂടി വന്നു. കാരണം ആ കൊച്ചിപ്പോൾ എപ്പോഴും അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കും, എൻ്റെ ആളാണിതാണെന്നുള്ള ആ ഒരു രീതിയിൽ അങ്ങനെ പോയി. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ മരിച്ചു. അധികമൊന്നും ആയില്ല, ഈ കൊച്ചിന് വലിയ പ്രായമൊന്നും ആയില്ല. പിന്നെ അച്ഛനാണെങ്കിൽ രാജകാര്യങ്ങളിൽ നോക്കണം, കൊച്ചിനെയും കൂടെ നോക്കാനൊക്കെ സമയമൊന്നുമില്ല. അപ്പോൾ മുത്തശ്ശനാണ്, പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉണ്ട്, അവരൊക്കെ ഇങ്ങനെ നോക്കി. അത് കഴിഞ്ഞു ഈ കുട്ടി എന്നിട്ട് വേറെ ഒരു മീരയ്ക്ക് അതിലൊന്നും എതിർപ്പൊന്നുമില്ല കേട്ടോ. കൊച്ചിന് അങ്ങനെയൊന്നുമില്ല. കൃഷ്ണനോട് ആ സ്നേഹമുണ്ട്, പ്രേമമുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ ബാക്കി ഒന്നിനോട് എതിർപ്പൊന്നുമില്ല. അങ്ങനെ കല്യാണം കഴിച്ച് ആ വീട്ടിലേക്ക് പോയി.
ഇവർക്ക് സുപരിചിതമായിട്ടുള്ള കുടുംബം തന്നെ ആൾക്കാരും ഒക്കെയാണ്. പക്ഷേ അവിടെ ചെന്നപ്പം വലിയൊരു പ്രശ്നമായി. അവർ ദുർഗയെ പൂജിക്കുന്നവരാണ്. അന്നേരം ഇവിടെ നമ്മളുടെ കുടുംബത്തിൽ ഒരാൾ അങ്ങനെ കൃഷ്ണനെ പൂജിക്കുന്ന ആൾ വേണ്ട, ഇവിടെ ദുർഗാപൂജ മാത്രം മതി ഈ വീട്ടിൽ എന്നായി. അത് തന്നെയല്ല, അവിടെ ഒരു ഇത് കൃഷ്ണൻ്റെ ഒരു ക്ഷേത്രമുണ്ട് അടുത്ത്. മീരയുടെ കാര്യമില്ല, ഇപ്പം കൃഷ്ണൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ ആൾ പറന്നെത്തുക അവിടെ. അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ പോയി. അപ്പം ഇവരൊക്കെ എതിർത്തു. ആരെ എതിർത്തിട്ടും യാതൊരു കുലുക്കവും ഇല്ല. അവിടെ പോയി അങ്ങനെ പൂജിക്കും, അവിടെ പോയി പ്രാർത്ഥിക്കും, ഇങ്ങനെ ഉള്ള കാര്യങ്ങളിലൊക്കെ മുഴുകി. അപ്പോഴത്തേക്ക് ഇവിടെ എല്ലാവർക്കും വലിയ പ്രശ്നമായി, വീട്ടുകാർക്കൊക്കെ. പക്ഷെ മീരയുടെ ഭർത്താവിന് അത്ര വലിയ ഇതൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ ഒരു കുട്ടിക്കളിയായിട്ടേ അദ്ദേഹം കാണുന്നുള്ളൂ. എങ്കിലും അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് അവിടെ വലിയ പരാതിയായി വീട്ടുകാരൊക്കെ കൂടെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത്. അന്നേരം നീ എന്തിനാ മീര അവിടെ പോണേന്ന് ചോദിച്ചു. അപ്പം എനിക്ക് കൃഷ്ണനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല, എനിക്ക് എപ്പോഴും കാണണം. അപ്പം നമുക്ക് ഇവിടെ തന്നെ ഒരു കൃഷ്ണനെ ഇവിടെ ഒരു കൊണ്ടുവന്നൊരു ചെറിയൊരു അമ്പലം പോലെ എന്തെങ്കിലും ശ്രീകോവിൽ പോലെ പണിതാൽ പോരെ. അന്നേരത്തെ വലിയ സന്തോഷമായി. പക്ഷെ പിന്നെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അപ്പം ഈ കൃഷ്ണഭക്തർ പലരും ഉണ്ടല്ലോ. ഈ കുട്ടി ഇങ്ങനെ അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ പലരുമായിട്ടൊക്കെ സമ്പർക്കമൊക്കെ ഉണ്ടായി. അവരൊക്കെ പലരും ഇങ്ങോട്ട് വന്നു തുടങ്ങി. എന്ന് വെച്ചാൽ ഇവരുടെ ആ സ്റ്റാറ്റസിന്, ആ നിലയ്ക്കും വിലയ്ക്കും പറ്റാത്ത ആൾക്കാരൊക്കെ ഇവിടെ വരുന്നു. എല്ലാവരും കൂടെ ഭജന, കൈകൊട്ടി, പാട്ട്, ബഹളം. അത് അങ്ങനെ ആപ്പാടെ പ്രശ്നമായി. അങ്ങനെ ആ വീട്ടിൽ നിൽക്കക്കള്ളി ഇല്ലാതെ എന്ന് പറയുന്നൊരു കാര്യത്തിലേക്ക് വന്നു മീരയുടെ അവസ്ഥ. അവസാനം മീര അവിടെ നിന്ന് ഇറങ്ങി നേരെ അദ്ദേഹം ഭഗവാന്റെ ഇതുകൊണ്ടാണ് കേട്ടോ, ഭഗവാൻ പറഞ്ഞു അങ്ങോട്ട് പോകാൻ പറഞ്ഞു, വൃന്ദാവനത്തിലേക്ക് പോയി. അങ്ങനെ വൃന്ദാവനത്തിൽ പോയി താമസിച്ചു. അത് തന്നെയല്ല, ഈ മീര എപ്പോഴത്തേക്കും ഇഷ്ടംപോലെ ഇങ്ങനെ ഭഗവാനെ പറ്റിയുള്ള കീർത്തനങ്ങൾ, ഭജൻസ് ഒക്കെ അങ്ങനെ എല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ഒരു സ്ഥലകാലബോധമില്ലാത്തതുപോലെ ഇങ്ങനെ ഇതൊക്കെ പാടിയാണ് എപ്പോഴും നടക്കണതേ. അപ്പം വീട്ടുകാർക്കത് പിടിക്കുമോ, ഈ പറഞ്ഞാൽ ഒരു സ്ഥിരബുദ്ധി ഇല്ലാത്ത പോലെ എപ്പോഴും ഇങ്ങനെ പാട്ടും പാടിക്കൊണ്ട് എല്ലായിടത്തോടെയും നടക്കുന്നതുമൊക്കെ അവർക്ക് സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെയാണ് അവിടുന്ന് ഇറങ്ങേണ്ടി വന്നു. അങ്ങനെ പോയി വൃന്ദാവനത്തിൽ പോയി. അപ്പോഴും വൃന്ദാവനത്തിൽ പോവുകയും അവിടെ ചെന്നിട്ടും ഇത് തന്നെ. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ ഈ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഭക്തന്മാരെ, കൃഷ്ണഭക്തൻ. വൃന്ദാവനം എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെ അധിവാസമാണല്ലോ. അങ്ങനെയായി. പക്ഷെ അവിടെയും മീരയ്ക്ക് നിൽക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും നേരെ ഭഗവാൻ തന്നെ പറഞ്ഞു ദ്വാരകയ്ക്ക് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ദ്വാരകയിൽ ചെന്നു. അങ്ങനെ അവിടെയായിരുന്നു അവസാന കാലത്ത് നമ്മളുടെ മീര കഴിഞ്ഞിരുന്നത്. കാരണം ഈ മീര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം വാത്സല്യഭക്തിയെ പറ്റി പറഞ്ഞല്ലോ. ഈ മാധുര്യഭക്തി അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളുടെ മീര. നമ്മൾ പറഞ്ഞല്ലോ കുറൂരമ്മ വാത്സല്യഭക്തിയുടെ, അതേപോലെ തന്നെ മീര. കാരണം 5 വയസ്സ് മുതൽ തൻ്റെ ഭർത്താവായിട്ട് കണ്ട് തൻ്റെ എല്ലാമായിട്ട്, അല്ലാതെ അന്ന് 5 വയസ്സിലേക്ക് ഈ കുട്ടിക്ക് എന്തെങ്കിലും അറിയാം ഭർത്താവെന്ന് പറഞ്ഞാൽ ഒന്നും അറിഞ്ഞുകൂടാ. എങ്കിലും അങ്ങനെ അത്രയും കാര്യമായിട്ട് ഏത് സമയം മനസ്സിൽ വേറെ ഒരു ചിന്തയില്ല. ഈ കൃഷ്ണൻ 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 ഇത് മാത്രം ചിന്തിച്ച് തൻ്റെ ജീവിതകാലം മുഴുവനും ആ ഒരു ചിന്തയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച മഹാപുണ്യവതിയും ത്യാഗിയുമായിരുന്നു നമ്മുടെ മീര. അതുതന്നെയല്ല, ഇഷ്ടംപോലെ കൃതികൾ അവർ എഴുതിയിട്ടുണ്ട്. നല്ലൊരു കവയിത്രിയായിരുന്നു. അതേപോലെ തന്നെ നന്നായിട്ട് അസലായിട്ട് പാടുകയും ചെയ്യായിരുന്നു. എഴുതിയ കൃതികളൊക്കെ പാടിക്കൊണ്ടങ്ങനെ വൃന്ദാവനത്തിലും പിന്നെ ദ്വാരകയിലും ഒക്കെ അലഞ്ഞു നടന്നു നമ്മുടെ ഭക്തമീര. അങ്ങനെ ആ ജീവിതം മുഴുവനും ഭഗവാന്റെ സ്നേഹത്തിനും ഭഗവാനോടുള്ള പ്രേമത്തിനും വേണ്ടി ആ ഓർമ്മയിൽ മാത്രം ജീവിച്ച നമ്മളുടെ മീര എന്ന് പറയുന്ന നമ്മുടെ മീരാബായി എന്നാണ് നമ്മളെപ്പോഴും പറയാറുള്ളത്. ആ മീരാബായിയെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ആ ഭഗവത് പാദത്തിൽ ലയിച്ചു ചേർന്ന, വിഷ്ണുപാദത്തിൽ ലയിച്ചു ചേർന്ന ആ പുണ്യവതിയുടെ ഓർമ്മയ്ക്ക് മുൻപിൽ ശിരസ് നമിച്ചുകൊണ്ട് നമ്മളുടെ രാധാകാന്തൻ അല്ലേ, എത്ര പേരുണ്ട്, പക്ഷേ എത്ര പേരുണ്ടെങ്കിലും എല്ലാവരെയും ഒരുപോലെ കാണുന്ന നമ്മുടെ ഭഗവാന്റെ പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ആ ഭഗവാന്റെ സ്നേഹവും കാരുണ്യവും എല്ലാം നമുക്ക് ഓരോരുത്തർക്കും എന്നുമെന്നും ഉണ്ടാവണേ. നമ്മളെല്ലാവരും ആ പാദങ്ങളിൽ തന്നെ അലിഞ്ഞു ചേരണേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.